ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു രസം റൈസ്, ലെമൺ രസം റൈസ് ആണ്. ഇത് ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് റൈസ് മിറ്റും ബാക്കി വന്ന തലേ ദിവസത്തെ റൈസ് ബാക്കി വന്നാൽ നമുക്കത് എങ്ങനെ നമുക്കത് ഉണ്ടാക്കാം ഈ വീഡിയോയിൽ നോക്കാം. സോ ഈ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 മീഡിയം സൈസ് ടൊമാറ്റോ, അത് നന്നായിട്ട് അത് സ്മാഷ് ചെയ്ത് തോൽ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതിന് അരയ്ക്കാനുള്ളത് പൂണ്ടും ചെറിയ ഉള്ളി, കുരുമുളക്, ജീരകം, അത് 3/4 ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് വരണം. പിന്നെ ഈ ടൊമാറ്റോയിൽ നമുക്ക് ജിഞ്ചർ ഇടാം, കറി ലീഫ് ഇട്ടിട്ട്, പച്ചമുളക് ഇട്ടിട്ട്, അത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ബോയിൽ ചെയ്യാൻ വെക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മൾ ഈ അരച്ചത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കത് ഗ്യാസിൽ വെക്കാം. നന്നായിട്ട് ഇത് ബോയിൽ ആവണം. സോ ഇവിടെ നന്നായിട്ട് ഇത് ബോയിലായി. അപ്പോൾ നമുക്ക് റൈസ് ഞാൻ ഇവിടെ വേവിച്ച് വെച്ചു. സോ നമുക്ക് ഈ റൈസ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ പരിപ്പ് ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് വെച്ചു. അടുത്ത വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയി. പിന്നെ നമുക്ക് ഈ വേവിച്ച് വെച്ച് പരിപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പരിപ്പിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ആവരുത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ കറി ലീഫും ഇടാം, പിന്നെ നിറയെ കൊത്തമല്ലിയും ഇടാം. കഴിഞ്ഞു. വെരി ഈസിലി നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ താളിക്കാനുള്ളത് ഞാൻ കുറച്ച് നെയ്യ് എടുത്തു. വേണമെങ്കിൽ നമുക്ക് നല്ലെണ്ണയും ഇടാം. നെയ്യ് ഇട്ടിട്ട് പിന്നെ അതില് കടുക്, ജീരകം, ഉലുവ, പിന്നെ കുറച്ച് കൊറിയാൻഡർ സീഡ്സ് ഇട്ടിട്ട്, പിന്നെ ഡ്രൈ ചില്ലി ഇട്ടിട്ട് അത് താളിച്ചെടുക്കാം. സോ നല്ല ടേസ്റ്റി ഉള്ള ഒരു മീലാണിത്. ചോറ് പറഞ്ഞാൽ അതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ പരിപ്പും ഒക്കെ ഇട്ടിട്ട്. പിന്നെ അവസാനം കുറച്ച് ചൂടാറിയ ശേഷം 1 ലെമൺ ഇട്ടിട്ട് അത് വാങ്ങി വെക്കാം. സോ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്കിത് പ്രത്യേക സൈഡ് ഡിഷ് ഒന്നും വേണ്ട, മിക്സ്ചർ അല്ലെങ്കിൽ പപ്പടം എന്തെങ്കിലും മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.